അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം. സൂറത്തുൽ ഖിയാമ 23-ാമത്തെ സൂക്തം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇലാ റബ്ബിഹ, അവയുടെ നാഥനിലേക്ക്, നാദിറ, നോക്കിക്കൊണ്ടിരിക്കുന്നവയും. ചില മുഖങ്ങൾ അന്ന് വളരെ സന്തോഷം കളിയാടുന്നവയായിരിക്കും. അത് അതിൻ്റെ നാഥനിലേക്ക് നോക്കിക്കൊണ്ടിരിക്കും. റബ്ബിൽ പ്രതീക്ഷയർപ്പിക്കുന്ന, റബ്ബിൻ്റെ തീരുമാനത്തെ കാത്തിരിക്കുന്ന മുഖങ്ങളായിരിക്കും എന്ന് പണ്ഡിതന്മാർ ഇതിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. നേർക്കുനേരെ അള്ളാഹുവെ കാണും, അള്ളാഹുവെ നോക്കും എന്നും ഇതിന് വിശദീകരണമുണ്ട്. അള്ളാഹുവെ പരലോകത്ത് വെച്ച് നേരിട്ട് കാണുമെന്ന് ധാരാളം ഹദീസുകളിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്നക്കും സതറൗന റബ്ബക്കും കമാ തറൗന ഹാദൽ ഖമർ ലാ തുലാമൂന ഫീ റുയതി ഫഇൻ ഇസ്തതഅതും അല്ലാ തുഗ്ലബു അലാ സ്വലാത്തിൻ ഖബ്ല തുലൂഇ ശംസി വ ഖബ്ല ഗുറൂബിഹ ഫഫ്അലു. ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് ഇത്. നിങ്ങൾ അള്ളാഹുവെ കാണും, ഈ ഒരു ചന്ദ്രനെ കാണുന്നത് പോലെ. നിങ്ങളുടെ കാഴ്ച ഒരിക്കലും മറയുകയില്ല. നിങ്ങൾക്ക് കൃത്യമായി സുബഹി നമസ്കാരവും അസർ നമസ്കാരവും നിർവഹിക്കാൻ സാധിക്കണം. അങ്ങനെ സാധിക്കുന്നത് അള്ളാഹുവെ കണ്ടുമുട്ടാനുള്ള പ്രധാനപ്പെട്ട വഴികളിൽപ്പെട്ടതാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി വേറെയും ഈ രൂപത്തിലുള്ള ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അള്ളാഹുവെ കണ്ട് മുട്ടുന്നതുമായി ബന്ധപ്പെട്ട ഹദീസുകൾ ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ഹദീസ് ഇങ്ങനെയാണ്. ചില ആളുകൾ ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലെ, നാം ഖിയാമത്ത് നാളിൽ നമ്മുടെ റബ്ബിനെ കാണുമോ? നബി പറഞ്ഞ മറുപടി, ഒട്ടും മേഘമില്ലാത്ത അവസരത്തിൽ സൂര്യനെയും ചന്ദ്രനെയും കാണുന്നതിൽ നിങ്ങൾക്ക് വിഷമം നേരിടുമോ? അവർ പറഞ്ഞു, ഇല്ല റസൂലെ. തിരുമേനി പറഞ്ഞു, അതുപോലെ നിശ്ചയമായും നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ വഴിയെ കാണുന്നതാണ് എന്ന്. അങ്ങനെ കണ്ടുമുട്ടണമെങ്കിൽ റബ്ബിനെ കാണുന്ന മുഖങ്ങൾക്ക് ഒരു സവിശേഷതയുണ്ട്, പ്രത്യേകതയുണ്ട്. അത് നാഇമയാകണം, മുസ്ഫിറയാകണം, മുൻ സൂക്തത്തിൽ സൂചിപ്പിച്ചതുപോലെ നാദിറയാകണം. യൗമ തബിയല്ലു വുജൂഹുൻ, അങ്ങേയറ്റം സന്തോഷവും ശോഭയും കളിയാടുന്ന മുഖമാകണം. അത്തരം മുഖമാണ് പരലോകത്ത് ലഭിക്കേണ്ടത്. അത് ഇഹലോകത്തുള്ള വിശ്വാസത്തിൻ്റെയും കർമ്മത്തിൻ്റെയും ഫലമായി മാത്രം ലഭിക്കുന്നതാണ്. വിശ്വാസം നന്നായാൽ, കർമ്മം നന്നായാൽ അവിടെ മുഖം പ്രസന്നമാകും, പ്രശോഭിതമാകും. അള്ളാഹുവെ നേർക്കുനേരെ കാണാൻ കഴിയും. സുഖാനുഭൂതികളുടെയും അനുഗ്രഹങ്ങളുടെയും കലവറയാണ് സ്വർഗം. എത്ര അനുഭവിച്ചാലും ആസ്വദിച്ചാലും മതിവരാത്ത അത്രയുമേറെ സ്വർഗത്തിലുണ്ട്. പക്ഷെ അള്ളാഹുവെ കാണുന്നതോടുകൂടി വിശ്വാസികൾ അതൊന്നും ശ്രദ്ധിക്കാതാവും. അള്ളാഹു തിരശ്ശീല താഴ്ത്തുവോളം അള്ളാഹുവെ തന്നെ നോക്കിയിരിക്കും. ഇതിലും വലിയൊരു അനുഗ്രഹവും സൗഭാഗ്യവും വേറെ ലഭിക്കാനില്ല എന്ന് വിശ്വാസികൾ മനസ്സിലാക്കുന്നു. അങ്ങനെ അള്ളാഹുവിൻ്റെ ദർശനം ഏറ്റവും മഹത്തരമായി കണ്ട് അവർ അതിൽ ആനന്ദം കണ്ടെത്തുകയാണ് ചെയ്യുക. ഇലാ റബ്ബിഹാ നാദിറ, ഇലാ റബ്ബിഹാ നാദിറ. അള്ളാഹു അത്തരം ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ.